സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഇന്നത്തെ പരിപാടി പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവലിൽ എപ്പിസോഡ് 1. നമ്മൾ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്കിന്ന് നമ്മുടെ വീട് ഉണ്ട് ചെറിയൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് റിസോഴ്സ് ഗാദറിങ്, ഈ ലാൻഡ് പ്ലാറ്റ്ഫോം വൃത്തിയാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് വന്നതിന് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ പറയാണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോയിലേക്ക് ഞങ്ങളുടെ മൈൻഡ് ക്രാഫ്റ്റിലേക്ക് നല്ല കൂട്ടുകാർക്ക് വീഡിയോ ഷെയറും കൂടി ചെയ്യുക. നമുക്ക് ഒരുപാട് പറഞ്ഞ് ലാഗാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്കൊരു കാര്യം പറഞ്ഞാണ്, ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു ഡിഫിക്കൽട്ടീസൊക്കെ ആണ്. ഇതുപോലെ എൻ്റെ മിക്ക വീഡിയോസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. വലിയൊരു ഡിഫറൻസ് ഒന്നും കാണത്തില്ല. അപ്പം ഒരുപാട് പറഞ്ഞ് ലാഗൊക്കെ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കുറച്ച് കിടക്കണം. കിടക്കാം ഗൈസ്. കിടന്നു. എന്തായാലും ഉറങ്ങാം. ചുക്കെന്തെങ്കിലും ഉറങ്ങി ജനിച്ചു. നമ്മളായിട്ട് ഇനി നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം ഗൈസ്. ഞാൻ നമ്മളുടെ ഷുഗർ കെയിൻ ഫാമൊക്കെ വളർത്തി കുറേ അത്യാവശ്യം നീട്ടത്ത് നമ്മൾ വളർത്തിയ. പിന്നെ അതാണ്ട് നമുക്ക് ഇവിടെ ഈ വില്ലേജാണ് നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്ന. ഈ വില്ലേജ് അത്യാവശ്യം അടിപൊളി ഏരിയ തന്നെയാണ്. നമ്മളിവിടുത്തെ വില്ലേജസിൻ്റെയൊക്കെ ക്രോപ്സൊക്കെ അടിച്ചു മാറ്റി വില്ലേജ് നമ്മളവർ ഊറ്റിയാണ് ജീവിക്കുന്നത്. ഇവിടെ ഒരു ബക്കറ്റുണ്ട്. നമുക്കൊരു വെള്ളത്തിൻ്റെ അവിടെ പോയി വെള്ളം എടുക്കണം. ഇപ്പോൾ ഈ മലയുടെ മുകളിൽ വീട് വേണമെങ്കിൽ പണിയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഏരിയ അത്രയ്ക്ക് അടിപൊളിയാണെന്ന്. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് സ്റ്റെയർ പണിയായിരുന്നു. കാരണം എനിക്ക് ഇനി ഒരു ദിവസം ഇവിടെ വേറെ സംഭവം പണിയാൻ ഒരു പ്ലാൻ ഉണ്ട്. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന ഏരിയയില്ല, റൈറ്റിലിട്ട് അതാണ്ട് ഇവിടെ തന്നെ. ഇവിടെയാണ് എൻ്റെ വീട് പണിയാൻ പ്ലാൻ. ഈ ഏരിയസിന് ലാൻഡ് ഫോം ഇതൊക്കെ നമുക്കിവിടെ സൂപ്പറായിട്ട് നമ്മുടെ വീട് പണിയാൻ പറ്റും. നമുക്ക് എന്തായാലും ബേർട്ടേച്ചിൻ്റെ വെള്ളം എടുക്കാം ഫസ്റ്റ്. ഇനി സ്കില്ലിപ്പൊക്കെ ഓക്കെ. നമ്മളിവിടെ വെള്ളം എടുത്ത് നമ്മുടെ അടുത്തൊരു ഹെയ്ബേലുണ്ട്. ആ ഹെയ്ബേൽ അവിടെ കൊണ്ടുപോയി വെക്കണം. പിന്നെ ഇതും അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അടയ്ക്കണം. ഓക്കെ. അത് വലിയ പ്രശ്നമുള്ളൊരു കുഴിയാണ്. ഓക്കെ. ടർത്തലം നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കൊരു 4 സാൻഡ് എടുക്കാണ്ട് നമുക്ക് അയൺ കോളത്തിന് പോയി തട്ടാം ഗൈസ്. അയൺ ചെറുതായിട്ടുണ്ട്. ഓക്കെ. 1 2 ആയിട്ടുള്ളൂല്ലോ. 3 ഒരെണ്ണോട് വേണം. അത് വേണ്ട. ഇത് വേണ്ട. ഇത് മതി. ഓക്കെ. നമ്മൾ ഇതെടുത്തിട്ടുണ്ട് ഗൈസ്. 4 ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് സർവൈവൽ ആയതുകൊണ്ട് പിന്നെ ചത്താലും കുഴപ്പമില്ല. ഹാർഡ് കോർ പോലും ഇല്ല, പ്രശ്നമൊന്നുമില്ല. സർവൈവൽ ആയതുകൊണ്ട് വി ആർ കംപ്ലീറ്റ്ലി സേഫ്. റൈറ്റ്? ഇപ്പോൾ സേഫാണ് ഗൈസ്. നോ വെറീസ്. ഓക്കെ. ഇതിനൊക്കെ എന്തായാലും അയൺ ഗോളത്തിന് അങ്ങോട്ട് പോവാം. അയൺ ഗോളം അതുണ്ട് അവിടെ. ഓടിക്കോ. അയൺ ഗോളത്തിനടുത്ത് സാൻഡ് അവിടെ. സാൻഡ് അവിടെ. പ്ലീസ് ആവ്. ബാക്കിലോട്ടൊക്കെ 2 3. എങ്ങോട്ട് നടന്നു പോവാ? ഇങ്ങോട്ട് വാ. നീ അടിച്ച് കൊല്ലി ഞാൻ. ഓക്കെ. ക്രൗച്ച് എടുത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ അടിച്ച് കൊല്ലും. അടിക്ക്. വില്ലേജറെ മാറി. അവിടെ ജീവൻ പേരുടെ പോരാട്ടമാണ് ഇവിടെ. വില്ലേജറിൻ്റെ പരാതി പറയാൻ വന്നതാണ്. ഈ കുക്കി കോഡ് കടിക്കുന്നതാണെന്നാണ്. ഇതേപോലെ ഞാൻ കുക്കി കോഡ് അടിക്കുന്നത്. പക്ഷേ എനിക്കതിനെ അടിക്കാൻ വലിയ ഡിസൈൻ. നല്ല മൗസ് കൺട്രോളും വേണം, കീബോർഡ് കൺട്രോളും വേണം. എല്ലാത്തിനും നല്ല കൺട്രോളാണ് കേസ്. അതത്രല്ല നല്ല ഒരു സെൻസിറ്റിവിറ്റീൻ്റെ ഇതും വേണം കേസ്. അപ്പോൾ നമുക്ക് ഇനി രാത്രി ആവാനായി. എന്നൊക്കെ നമ്മുടെ ബെഡിൽ പോയി കിടക്കാം. നമ്മുടെ ഗ്രേ കളർ സ്പെഷ്യൽ ബെഡ് ക്വീസ്. അപ്പം നമുക്ക് മാറ് ചെസ്റ്റിൻ്റെ ഉള്ളിൽ അയൺ വെച്ചിട്ട് കിടക്കാം. പോപ്പി, ഹെയ്ബേൽ, ഇങ്കോട്ട്. 6 ഇങ്കോട്ടുണ്ട്. ഒരു ശവലം കൊണ്ടാക്കിക്കാം. ഷവലിന് എത്ര സ്റ്റിക്ക് വേണം? ഷവലിന് 1 സ്റ്റിക്ക് പോരെ? 1 സ്റ്റിക്ക് 2 അയണം പോരെ? 1 സ്റ്റിക്ക് 2 അയണം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല നമുക്ക് 2 അയണാണോ വേണ്ട? 1 സ്റ്റിക്കല്ല. 2 സ്റ്റിക്കും 1 അയണമാണ് വേണ്ടത്. സ്റ്റിക്കിന് ഇപ്പോൾ വുഡ് വേണമല്ലോ. വുഡ് അവിടെ നടക്കും. സ്റ്റിക്കിന് ദാരിദ്ര്യം പോണ് കൂയീസ്. സ്റ്റിക്കിന് ദാരിദ്ര്യത്തിൻ്റെ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നോക്കുന്നത് ഡയമണ്ട് മൈനിങ്ങിന് പണം. നമുക്ക് ഡയമണ്ടൊക്കെ മൈൻ ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലെത്തിയപ്പോഴാണ് നോക്കാം. എൻ്റെ അടുത്തൊരു കോമ്പസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല കോമ്പസ് ഇല്ല എൻ്റെ അടുത്ത്. കോമ്പസ് ഉണ്ടെങ്കിൽ റെഡ് സ്റ്റോൺ നമ്മുടെ അടുത്തില്ല ഗൈസ്. നമ്മളിപ്പോൾ ദാരിദ്ര്യത്തിലാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ റെഡ് സ്റ്റോൺ കുറവാണ്. എന്തായാലും അവിടെ സ്റ്റിക്കാക്കാം. സ്റ്റിക്സ് കമ്മിയർ ബ്രോ. ഷവലോടെ
ഷവൽ ക്രിയേറ്റ് ചെസ്റ്റ് തുറന്നിട്ട് നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ ചേർക്കാം. ഇപ്പോൾ വുഡ് അത്യാവശ്യം മൈൻഡ് ചെയ്യണം ഗൈസ്. ഇനി വുഡ് മൈൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് കാണണം. ഇപ്പോൾ വുഡ് മൈൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സീൻ റെഡി ടൈം ലാപ്സ്. അടിപൊളി ടൈം ലാപ്സ് ആയിരിക്കും ഗൈസ്. നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇവിടെ വരെ നമ്മുടെ ഷുഗർക്കെയിൻ ഫാം നമ്മൾ വളർത്തിയിട്ടുണ്ട്. താണ്ട ഇവിടെ വരത്തിട്ടുണ്ട് നമ്മുടെ ഷുഗർക്കെയിൻ ഫാം. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഫോറസ്റ്റിനുണ്ട്. അതിന് വേണമെങ്കിൽ സ്റ്റെയർ ഒന്ന് റെഡിയാക്കി കാരണം ഗൈസ്. സ്റ്റെയർ റെഡിയാക്കിയിട്ട് നമുക്ക് അവിടെ പോയി സ്റ്റെയർ റെഡിയാക്കണം. പിന്നെ മണ്ടയ്ക്ക് നമ്മൾ അടുത്ത ദിവസത്തെ പ്ലാൻ വേണ്ടി ഈ ജസ്റ്റ് നമ്മൾ ഈ മലേൻ്റെ മുകളിൽ ഇടയ്ക്കൊന്ന് പോകും. അപ്പോൾ നമുക്ക് സ്റ്റെയർക്ക് ഒന്ന് റെഡിയാക്കാം. അതിൻ്റെ ടൈം ലാപ്സ് ആണ്. നമ്മളാണ്ട് ഇവിടുത്തെ നല്ലൊരു വലിയ ഫാറ്റ് വെയിൻ ഓഫ് കോളുണ്ട്. അത്യാവശ്യം വലിയ വെയിനായിരുന്നു കോളിൻ്റെ. എന്തായാലും ഉപകാരപ്പെടും. കോൾ അത്യാവശ്യം നല്ല സംഭവം തന്നെ. നമുക്ക് ഫ്യൂവലിനാണെങ്കിലും ടോർച്ചിനാണെങ്കിലും അടുത്ത ദിവസം മൈനിങ്ങിനൊക്കെ പോകുന്നൊക്കെ കോൾ ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു സംഭവമാണ് കോള്. നല്ല മണ്ടൊക്കെ അടിപൊളി സ്റ്റെയർ റെഡി. പുല്ലൊക്കെ ഒന്ന് വെട്ടിയേക്കാം. പുല്ലൊക്കെ ഗൈസ് നിങ്ങൾക്ക് ടോൾ ഗ്രാസ് ആണ് ഷോർട്ട് ഗ്രാസ് ആണ് ഇഷ്ടം? എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുക ഷോർട്ട് ഗ്രാസ് ആണ്. എനിക്ക് വലിയ ടോളായി നിൽക്കുന്ന ഗ്രാസിൻ്റെ ഒരു താല്പര്യമില്ല. ഈ അവിടെ കോളുണ്ട് എടുക്കാം, പക്ഷേ വലിയ ഗെയിമാണ്, റിസ്ക് എടുക്കണ്ട. പിന്നേഴ്സ് എടുക്കുക. ഇവിടെ ക്രീപ്പറൊക്കെ കണ്ടുപോയി നമ്മൾ. എന്തായാലും ക്രാഫ്റ്റിങ്ങിലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ പക്ഷെ തന്നെ ഇവിടെ നമ്മുടെ വീട് പണിയാം ഗൈസ്. നമുക്ക് ഈ ഏരിയ ഇഷ്ടം ലാൻഡ് ഫോം എടുക്കണം. അതിന് നമുക്ക് ആദ്യം വെള്ളം പ്ലേസ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് ഫുൾ ലാൻഡ് ഫോം ചെയ്തിട്ട് കാണാം. ഗൈസ് നമ്മളിവിടെ ഫുള്ള് ലാൻഡ് ഫോമിൽ എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് അത്യാവശ്യം ആളുടെ എടുത്ത് ഇനി കുറച്ചും കൂടി പണിയുണ്ട്. ഈ ചെയ്യാൻ നമുക്ക് എന്തായാലും ചെയ്യും. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരം നമ്മൾ വെട്ടിയിട്ടു. പിന്നെ ഈ ജസ്റ്റ് കർവ് ചെയ്തെടുത്ത സാരി ടെറൈൻ നന്നാവാനായിട്ട്. പിന്നെ ഇവിടെ ഫുൾ ഇപ്പോൾ തന്നെ ഏകദേശം രണ്ട് ഫുള്ള് ഗ്രാസൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. 3 ബ്ലോക്സ് അല്ല 4 ബ്ലോക്സ് ആക്കാം ഗൈസ്. 4 ആണ് നല്ലത്. എനിക്ക് അത്യാവശ്യം ഏരിയ ആണ്. എൻ്റെ വീടിൻ്റെ ഒരു പ്ലാൻ ഞാൻ വേണമെങ്കിൽ കാണിച്ചാൽ എങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഇതേപോലെയാണ് നമ്മുടെ വീടിൻ്റെ ഡിസൈൻ ഇരിക്കുന്നത്. പിന്നെ എന്താണ്ട് അതേപോലെ ആക്കിയെടുക്കാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു വോയിസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ടിക്കുന്ന സൗണ്ടാണ്. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കണം നിങ്ങൾ. അടുത്ത നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. ടിക്കുന്ന സൗണ്ട് അതിന് ഞാൻ ഞാൻ മൈക്കിന് അടുത്ത് സംസാരിക്കുമ്പോൾ ശ്വാസം നിർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം. അപ്പം നമുക്ക് എന്തായാലും ഈ ഫുള്ളൊന്ന് ലാൻഡ് ഫോം വേണ്ടി എൻ്റെ പ്ലാൻ എന്ന് പറയുക അടിഭാഗത്തും കൂടി ഒന്ന് കുറച്ച് ഡെർട്ട് വെക്കണം ഗൈസ്. എന്നാലേ നമുക്ക് പരിപാടി നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് മോപ്സൊക്കെ സ്പോണോ. ഭാവിയിൽ ചിലപ്പോൾ നമുക്കത് വലിയ പ്രശ്നമായിട്ട് വരുമായിരിക്കും. മോപ്സ് സ്പോണോ വേണ്ട ഒരു സ്റ്റാക്കും കൂടി ഡെർട്ട് ഉണ്ട് നമ്മുടെ കയ്യിലാണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. വേണ്ട 3 ബ്ലോക്ക് വേറെ മൈൻഡ് ചെയ്തേക്കാം. ആ 3 ബ്ലോക്ക് ഉണ്ട് ഇവിടെയൊക്കെ വെക്കാം. പിന്നെ കുറച്ച് സൗണ്ടൊക്കെ ക്ഷമിക്കണമെങ്കിൽ അല്ല കുറച്ച് ഹ്യൂമൻ പീപ്പിൾ ടാക്കിങ് ഐ നോ നമുക്ക് എന്തായാലും പോവാം. പിന്നെ സർവൈവൽ ചെയ്യാൻ കാരണം ഹാർഡ് കോർ ജസ്റ്റ് ലിറ്റിൽ ഹാർഡ് ഫോർ മീ ബ്രോ. ഹാർഡ് കോർ എനിക്കറിയാം. ഈ ഷീപ്പ് കുറേ നേരമായി ഞാൻ ഈ ലാൻഡ് ടെർഫോം ചെയ്തപ്പോൾ ഈ ഷീറ്റ് നമ്മുടെ കൂടുതൽ ഭയങ്കര ശല്യമാണ്. അവിടെ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് ആൾക്കാർ മരമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മെഷീൻ സൗണ്ട് കേൾക്കാൻ പറ്റും. കേട്ടോളെ ശരിക്കും കേട്ടോളെ. കണ്ടോ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ മരം വെട്ടുന്നുണ്ട്. അതിനോട് ക്ഷമിക്കണം. ഈ ഭയങ്കര ശല്യമാണ് ഈ അവിടുത്തെ. അതുകൊണ്ട് റെക്കോർഡ് നല്ല ശല്യമാണ്. ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിച്ചാൽ നമ്മളിങ്ങനെ 1K എത്തിക്കുകയും പിന്നെ നമുക്ക് എടുക്കും 1K എത്തിക്കുകയും പിന്നെ നമ്മൾ ഫുൾ സീൻ കോൺട്ര പൊളിച്ച് പ്ലെയർ അടിപൊളി വീഡിയോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന. ഇനിയാണ്ടേ നമ്മൾ ഏരിയ ഫുള്ളൊന്ന് അടയ്ക്കണം. ഡയറക്റ്റിന് തന്നെ ദാരിദ്ര്യമാണ്. ഒരു ഫുൾ 4 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണ്ടായിരുന്നു. 3 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയായിരുന്നു. അതായത് നല്ലത്. അവിടെ ഉള്ളിൽ ഡയറക്റ്റ് ഇതെടുത്തേക്കാം. 1 2 3 4 5 6 7
8 9 10 10 പോലെ 11 വേണോ? 11 12 13 14 14 എടുത്തിട്ടുണ്ട് ഗൈസ്. 14ൻ്റെ ആവശ്യം എനിക്കറിയില്ല. 1 2 3 4 5 6 7 8 മതി. അല്ല 10 വേണോ? 10 മതി. 10 എടുത്താൽ മതിയായിരുന്നു. 4 ബാക്കി 7 ധരിച്ചേക്കാം. 7 കുറച്ചുകൂടെ നിർത്തിയാവട്ടെ. എന്നൊക്കെ എൻ്റെ ഒരു ഇത്ര ഏരിയാണ് നമ്മുടെ വീട് പണിയാൻ. എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. വീട് മാത്രമല്ല, പിന്നെ ഒരു ആനിമൽ ഫാം പണിയണം. പിന്നെ ഏതാണ്ട് നമുക്ക് ഒരു ഇത് പണിയണം ഗൈസ്, ഈ ക്രോപ്പ് ഫാം പണിയണം. പൊട്ടനാറ്റോ ഫാം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. നോർമൽ സർവൈവൽ പ്ലാൻസ്. അപ്പോൾ പിന്നെ ഇതെന്തായാലും ഇങ്ങോട്ട് വരിക നോക്കല്ല, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇതിൽ ഫുഡ് കഴിക്കണം. ഞം 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 ഞം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഓടിക്കോ വീട്ടിലേക്ക് ഓടിക്കോ. എൻ്റെ കീബൈൻസ് വേണ്ടായിരുന്നെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. എൻ്റെ കീബൈൻസ് ഞാൻ തരാം. തരുന്ന എനിക്കൊരു സീനൊന്നുമില്ല. നമുക്ക് ഇതിൽ ആപ്പിൾ വെച്ചേക്കാം. പിന്നെ യോക്സ് ആപ്പിൾ കൊബ്രസ് വെച്ചേക്കാം. കൊബ്രസ് ആപ്പിൻ്റെ വുഡ് എടുത്തേക്കാം. 6 വുഡ് ഉള്ളല്ലോ. മൈൻഡ് ചെയ്യാൻ പോവാം, അതേ പറ്റുള്ളൂ. 1 2 ഓക്കെ, നമുക്ക് 6 വുഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്താ അവിടെ റിസോർട്ടിൻ്റെ ഏരിയ പിജി. പിന്നെ നമുക്ക് എന്താ അങ്ങോട്ട് പോവാം. അവിടെ ഒരു മരമുണ്ട്, അവർ സൈഡിൽ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ഒക്കെ എന്തായാലും ഫോറസ്റ്റിലേക്ക് പോകാം ഗൈസ്. ഫോറസ്റ്റിൽ പോയി എന്തായാലും കുറച്ച് വുഡ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് നമുക്ക് കാണാം ഗൈസ്, വുഡ് എടുക്കുന്നതിൻ്റെയൊക്കെ. ഓക്കെ, ഈ മരം അത്യാവശ്യം വലിയ മരമാണ്. എനിക്ക് വലിയ മരങ്ങളോട് വലിയ താല്പര്യമില്ല ഗൈസ്. ചെറിയ മരങ്ങളാണ് ഇഷ്ടം. കേട്ടോ, അതാണ്ട് ഇങ്ങോട്ടാ. അതാണ്ട് ഓടിക്കോ. അങ്ങോട്ട് പോകാം ഗൈസ്. എന്തായാലും ഈ ഒരു ഇത് മൈൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് കാണാലോ. ടൈം ലാപ്സ് ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ വലിയ എഫേർട്ട് എടുക്കാത്ത ടൈം ലാപ്സ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യും. നമ്മളങ്ങനെ പാട്ടൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് നോർമലായിട്ടൊരു ടൈം ലാപ്സ് ഉണ്ട്. ഈ സാധനമൊക്കെ അവിടെ കളിച്ചേക്കാം. നമുക്ക് എന്തായാലും ഒരു ജംഗിൾമാരം അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ജംഗിൾമാർ തന്നെ ആയിരുന്നു ഗൈസ്. എന്തായാലും ചെസ്റ്റ് തുറന്നേക്കാം. വന്നിട്ട് എന്താക്കണ്ടേ, പൊട്ടാറ്റോ അടച്ചാൽ നമ്മളൊരു വില്ലേജായിട്ട് നിർത്തണം. പൊട്ടാറ്റോ നമുക്ക് സാപ്ലിങ് നട്ടേക്കാം. 1 2 3 ടോങ്കിയണ്ണ തലയിലോട്ട് കയറട്ടെ. അടുത്ത് കയറും. അടുത്ത് കയറും. നമ്മളോട് വെച്ച് ബോട്ട് നമുക്കത് ക്ലച്ച് ചെയ്യാൻ പറ്റും നോക്കാം. ക്ലച്ച് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അതിൻ്റെ മുകളിലോട്ട് കയറാം. ഇതിനങ്ങോട്ട് എനിക്കൊരു നല്ലൊരു ബിൽഡായിട്ട് നമുക്ക് അവിടെ ഈ ഒരു ബോട്ട് കയറി ഒരു അതിനിപ്പോൾ ഒരു ഡോട്ടോ അങ്ങനത്തെ സംഭവമില്ല, അതൊക്കെ അവിടെ പണി. അത് അടിപൊളിയായിരിക്കും പണിയാണെങ്കിൽ. നമ്മുടെ വേൾഡിന് നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പോൾ ഇനി നമുക്ക് എന്താ പറഞ്ഞേ, ഇതിന് മണ്ടയ്ക്ക് കയറാൻ പറ്റുമോ? മണ്ടയ്ക്ക് കയറാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ റോട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര ശല്യമാണ് ഈ ഇവിടെ. വെരി യൂസ്ലെസ് ബഫലോ ഇഡിയോസ്കോപ്പിക് മങ്കീസ്. ചുമ്മാ നമ്മുടെ നെയ്ബേഴ്സൊക്കെ നല്ല ആൾക്കാരാണ്. പക്ഷേ എനിക്ക് നമ്മുടെ നെയ്ബേഴ്സൊക്കെ അടിപൊളിയാണ്. നെയ്ബേഴ്സൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ചുമ്മാ ഞാൻ സീൻ അടിപൊളി ആൾക്കാരാണ്. നമുക്ക് എന്തായാലും ഇനെന്താ പൊട്ടാറ്റോ നടന്നേ. എൻ്റെ ക്രാംബ്ലാൻഡ്
ഈ വുഡും കൂടെ എടുത്തേക്കാം ഗൈസ്. നമ്മുടെ ആക്സ് ഇപ്പോൾ പൊട്ടാനാവട്ടോ. മിക്കവാറും ആക്സ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ഇനി മൂന്നെങ്ങാണ്ടോ അതിന് കൂടെയുള്ളൂ. ആക്സോടെ പൊട്ടിക്കാൻ നമ്മൾ പെട്ടു. പിന്നെ എനിക്ക് നാലാണ് കൊണ്ടുള്ള ഗൈസ്. ആക്സ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അയനുണ്ട്. അതിനോട് ഷീൽഡ് ഉണ്ടാക്കാനായിട്ടുള്ളൂ. ഷീൽഡ് ഇല്ല, ഷീൽഡ് പൊട്ടിയും തോന്നുന്നുണ്ടോ ഞാൻ? ഇല്ല, ഷീൽഡ് പൊട്ടിയിട്ടില്ല. ഷീൽഡ് ഉണ്ട് ഗൈസ്. ഷീൽഡ് ഉള്ളത് മാത്രമുള്ള സമാധാനം. ഇപ്പോൾ ക്രീപ്പറും കാര്യമൊന്നും ബാക്കോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഞാനും ചാവും, നിങ്ങളും ചാവും, എല്ലാവരും ചാവും. ഓക്കെ, നമുക്ക് നമ്മുടെ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഉണ്ടാക്കാൻ പ്ലാൻ. നമ്മളെന്തെങ്കിലും ഓഫ് ക്യാമറയിൽ നമുക്ക് വേണ്ട ഈ വില്ലേജ് ഫ്രെയിം മാത്രം ഉണ്ടാക്കുന്ന വീടിൻ്റെ ഞാൻ മണ്ടയ്ക്കോട്ട് പോവുക. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് എടുത്തേക്കാം. അതിനോടൊക്കെ ഉണ്ടാവും. വാട്ടറിൻ്റെ ക്ലച്ച് ചെയ്താൽ അവിടെ ആ വാട്ടർ ബക്കറ്റ്. ഓ മൈ ഗാഡ് അത് വെച്ചെന്താ എടുക്ക്, വീണ്ടും എന്തിനാ വെച്ചാൽ എടുക്ക്. അതെടുത്തു ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങാം. ഓക്കെ, ഇവിടെ ആയിട്ടാണ് ഈ രീതിയിലിട്ടാണ് അടുക്ക് ബ്ലോക്ക് വരുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ നമ്മൾക്ക് ഇവിടെ നടുക്ക് നൈസ്. ഓക്കെ, ഞാൻ സ്ഥലം വരെ പോകുന്നത് നൈസ്. റിയൽ ലൈഫ് ഞാൻ അയ്യാറിലാണ്. അത് പ്രസൻറ്റ് അത് അപ്പോഴത്തെ പ്രസൻറ്റ് ഇത് ഫ്യൂച്ചർ ഞാൻ ഗൈസ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ പാസ്റ്റിലാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലാണ്. യെസ് മനസ്സിലായില്ലേ? കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡത്തേക്കൊന്ന് ഒരു സ്ഥലം വരെ പോയതാണ്. 1 2 3 4. ഓക്കെ, 4 ബ്ലോക്സ് ഇട്ടിട്ടുണ്ട്. 1 2 3 4 സ്ട്രിപ്പ് ചെയ്യണം. ഓക്കെ, സ്ട്രിപ്പ് ഇസ് നോട്ട് മൈ ഫേവറേറ്റ്. നമ്മളത് മാറ്റും ഗൈസ്. എന്തായാലും സ്ട്രിപ്പ് എടുക്കത്തില്ല. 1 2 3 4 5 നമ്മൾ ആ സ്ട്രിപ്പ് മാറ്റാൻ പോണേ. ഓക്കെ, സ്ട്രിപ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം ഫ്രെയിം വർക്ക് എങ്ങനെയാണ്. ഓക്കെ, ഇങ്ങോട്ട് വന്നു. ഓക്കെ, നമുക്ക് ഹൈറ്റ് ആണ് ഉള്ള മൈൻഡ് ചെയ്തേക്കാം. സ്ട്രിപ്പ് ചെയ്തേക്കാം. സ്ട്രിപ്പ് ഉടനെയാണ് എനിക്കൊരു താല്പര്യമില്ല. ഞാൻ മാറ്റും ഗൈസ്. എന്തായാലും വേറെ ഡിസൈൻ പിടിക്കും. ജസ്റ്റ് ഫ്രെയിം വർക്ക് മാത്രം ചെയ്യുന്നുള്ളൂ ഗൈസ്. ഫ്രെയിം വർക്ക് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒരു നോർമലായിട്ടൊരു ഫ്രെയിം വർക്കാണ്. 2 3 4 5 നമ്മുടെ ഫസ്റ്റ് ഒരു സെക്ഷൻ്റെ ഫ്രെയിം വർക്കാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഓക്കെ 1 2 3 4 പിന്നെ 1 2 3 4 മാത്രമേ വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് മനസ്സിലായില്ല. 1 2 3 4 അതൊക്കെ അതിലെടുത്ത ദിവസം ഞാൻ ഈ വീഡിയോ റെഡി ആക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ജംഗിളുടെ ഫുള്ള് മാറ്റിയിട്ട് കയറും ഇത് പ്ലാങ്ക്സ് ആക്കും ഗൈസ്. എന്നിട്ട് നമുക്ക് ഇത് ഫുൾ അടിയിലോട്ട് ചെയ്യുക. അങ്ങനത്തെ എല്ലാ കുഞ്ഞ് ഡിസൈനും കൊണ്ട് നമ്മൾ ചെസ്റ്റൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉപയോഗിക്കാം ഗൈസ്. ജംഗിൾ ബിൽഡിങ്ങിന് എനിക്ക് ജംഗിളുടെ ലീവ്സ് അല്ല ലുക്ക് കേട്ടോ. അത് ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കുമായിരിക്കും. ആക്സ് ഇപ്പോൾ പോട്ട് വയ്ക്കാറും ആക്സ് ഒട്ടി. അതൊക്കെ എന്തായാലും പോയി ഇനി ആക്സ് ഉണ്ടാക്കിയിട്ട് വരാം. ഓടിക്കോ ഷിപ്പൊണ്ണ തുറന്നിട്ടേക്കോ. വേണ്ട പാവങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കട്ടെ. വില്ലേജസിൻ്റെ ഒക്കെ എത്ര വർഷത്തെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിവിടുത്തെ അയൺ ഗോൾഡിനെ കുറേ എന്തിനു ഉള്ളിലോട്ട് കയറി പോകുന്നത്. ബാക്കിൽ നോക്കി ഓടിക്കോ. എന്തായാലും ഓടിപ്പോകും. നമ്മൾ വീഡിയോ അതിൻ്റെ ഒപ്പം ഞാൻ പോകണം. അവിടെ ആക്സൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. വീഡിയോ അതിൻ്റെ ഒപ്പം ഞാൻ പോകണം. നമ്മൾ ഫ്രെയിം വർക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ. 5 ആയതുകൊണ്ട് കുഴപ്പമില്ല. ആക്സ് നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ഞാൻ ആക്സ് ഉണ്ടാക്കുന്നില്ല ഗൈസ്. ഇപ്പോൾ ഗ്യാസ് നമ്മുടെ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ നമ്മുടെ വീടിൻ്റെ ജസ്റ്റ് ഒരു സിമ്പിൾ ഫ്രെയിം ആക്കി നമ്മളത് ഫുൾ മാറ്റും ഗൈസ്. എന്തായാലും ജംഗിൾ മാറ്റി ഓക്കെ. ബൈ ബൈ, ലവ് യു ഗൈസ്.